CK ജാനുവിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ രൂക്ഷമായി വിമർശിച്ച് ഗീതാനന്ദൻ രംഗത്തെത്തുകയാണ്. മുത്തങ്ങ സംഭവത്തിന് ശേഷം ആദിവാസി വിഭാഗങ്ങളെ ജാനു തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് ഗീതാനന്ദൻ്റെ വിമർശനം. മുത്തങ്ങയിൽ UDF സർക്കാർ നടത്തിയ അതിക്രമങ്ങളെ വെള്ളപൂശേണ്ടതില്ല. കേരള ചരിത്രത്തിൽ മായ്ച്ചു കളയാൻ പറ്റാത്ത കുറ്റകൃത്യമാണ് UDF സർക്കാർ, AK ആന്റണി സർക്കാർ അന്ന് ചെയ്തത്. AK ആന്റണിയും കോൺഗ്രസ് നേതൃത്വവും മാപ്പ് പറയണമെന്നും ഗീതാനന്ദൻ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിലേക്ക്. 2003 UDF സർക്കാർ മുത്തങ്ങയിൽ നടത്തിയ നരനായാട്ടിനെ പാടെ മറന്നുകൊണ്ട് UDFിൽ ചേർന്ന CK ജാനുവിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. മുത്തങ്ങയിൽ UDF സർക്കാർ നടത്തിയ അതിക്രമങ്ങളെ വെള്ളപൂശാൻ ആരും ശ്രമിക്കേണ്ടെന്ന് മുത്തങ്ങ സമരത്തിൽ ജാനുവിനൊപ്പം നേതൃത്വം നൽകിയ ഗീതാനന്ദൻ പറഞ്ഞു. കേരള ചരിത്രത്തിൽ മായ്ച്ചു കളയാൻ പറ്റാത്ത കുറ്റകൃത്യം നടത്തിയ AK ആന്റണിയും കോൺഗ്രസ് നേതൃത്വവും കേരളീയ സമൂഹത്തോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. UDFിൻ്റെ പഴയകാല അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പഴയകാല ചെയ്തികളെയോ മുത്തങ്ങ സംഭവത്തിൽ അവർ നടത്തിയ അതിക്രമങ്ങളെയോ ഒന്നും തന്നെ ആരും വെള്ളപൂശേണ്ടതില്ല. എത്രത്തോളം കേരള ചരിത്രത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരിക്കലും മായ്ച്ചുകളയാൻ കഴിയാത്ത വലിയൊരു കുറ്റകൃത്യമാണ്. അക്കാര്യത്തിൽ വ്യക്തിപരമായി AK ആന്റണിയും അന്നത്തെ കോൺഗ്രസ് നേതൃത്വവും ഈ സമൂഹത്തോട് പൊതുമാപ്പ് പറയണം. മുത്തങ്ങ സംഭവത്തിന് ശേഷം ആദിവാസി മേഖലകളിലേക്ക് ജാനു തിരിഞ്ഞു നോക്കിയിട്ടില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ ഉന്നയിക്കാനുള്ള രാഷ്ട്രീയ പശ്ചാത്തലം ജാനു ഒരുക്കിയിട്ടില്ലെന്നും ഗീതാനന്ദൻ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 6-7 വർഷമായി NDA മുന്നിൽ പോയതിനു ശേഷം അവർ ട്രൈബൽ ഏരിയയിൽ എവിടെയും തന്നെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നൊരു കാര്യം കൊണ്ടാണ് പറഞ്ഞത്. അവർ മുത്തങ്ങ സംഭവത്തിന് ശേഷം കാര്യമായ എന്തെങ്കിലും പ്രവർത്തനം ആദിവാസി മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. വൈവിധ്യമാർന്ന മൂവ്മെൻറ്റുകൾ കേരളത്തിലുണ്ട്. അപ്പോൾ അത്രയും വളരെ കോംപ്രിഹെൻസീവായി ആദിവാസി പ്രശ്നം, ഭൂപ്രശ്നം, ദളിതരുടെ പ്രശ്നം, അതുപോലെ പാർശ്വവൽക്കൃത വിഭാഗങ്ങളുടെ പ്രശ്നം എല്ലാം തന്നെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉന്നയിക്കാൻ മാത്രം പ്രാപ്തിയുള്ള ഒരു പൊളിറ്റിക്കൽ പശ്ചാത്തലം അവരൊരുക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. JRP വെറും ഒരു അർത്ഥത്തിലൊരു കടലാസ് സംഘടന മാത്രമാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.